ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ വിശേഷമാണ്. അപ്പം നമ്മളൊരു അടിപൊളി കല്യാണത്തിന് പോയിട്ടോ. അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ സ്റ്റേജിൻ്റെ മേക്ക് ഓവർ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നേ. അപ്പം നിങ്ങൾ ഇതുപോലത്തെ കല്യാണങ്ങൾക്കൊക്കെ പോകാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. നമ്മളപ്പോൾ എല്ലാം ഒന്ന് കറങ്ങി കണ്ടു. ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തോടൊക്കെ ഉണ്ട്, നല്ല രസമുള്ളൊരു തോടൊക്കെ. നമ്മൾ അവിടെയൊക്കെ പോയായിരുന്നു കേട്ടോ. നല്ല പിറ്റേ ദിവസമാണ് നമ്മൾ അവിടേക്കൊക്കെ പോയത്. നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു തോട് തന്നെയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ്, തോടിൻ്റെ ഈ അടിയിലൂടെ, അതായത് ആ പാറേൻ്റെ കയ്യിൽ മീനുകളിങ്ങനെ കൂട്ടായിട്ട് ഓടിക്കളിക്കുന്നത് ഞങ്ങളിങ്ങനെ കണ്ടായിരുന്നു. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ കുറേ സീനറീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെയായിരുന്നേ തോട്, അതുകൊണ്ട് പോയി കാണാൻ പറ്റി. അത് നേരെ നമ്മൾ ഫുഡ് അടിക്കാനാണ് പോയത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. നെയ്ച്ചോറും ചിക്കനും ബീഫും അതുപോലെ തന്നെ കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കുഞ്ഞി കൊച്ച് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് കളിക്കുന്നത് കണ്ടത്. നമ്മളവിടെ ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പാട്ട് വെച്ചപ്പോൾ കിടന്ന് കളിച്ചതാണേ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം അവരുടെ റിസപ്ഷൻ്റെ ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ചെറിയ ചെറിയ കഫേസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ ആദ്യം കഴിച്ചത് ഒരു കേക്ക്, അത് ചോക്ലേറ്റിൽ ഡിപ്പാണ് കഴിച്ചത്. പിന്നെ ഒരു ജിലേബി എടുത്തു, ഞാൻ വെള്ളയാണ് എടുത്തത്. അതിനുശേഷം നമുക്ക് അവിടെ ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് ടേസ്റ്റ് ചെയ്തത്, പക്ഷേ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ഞാൻ കയ്യിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലോട്ട് പോയപ്പോഴാണെങ്കിൽ ഒരു ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വയലിൻ വായിക്കുവാണ്. നല്ല രസമുണ്ട്. പെട്ടെന്ന് പാട്ടുകളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമുള്ള ഓൾഡ് മെലഡീസൊക്കെയാണ് പുള്ളി പാട്ടായിട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് തലേ ദിവസമാണ് ഒരു ചേട്ടൻ, ഞങ്ങളുടെ ഒരു കസിനാണ്, പുള്ളി പാട്ട് പാടുകയായിട്ട് നല്ല രസമായിട്ടാണ് പാടിയത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ കുറേ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്ക് ലൈക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.